അനുജനെ ഗൾഫിക്ക് പറഞ്ഞയച്ചുകാണ്ട് അയക്കണ പൈസ കൊണ്ട് ഇങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് നടക്കുക അവിടെ കാര്യം പോലെ. എന്തേ ഓനിക്കൊരു പണിയെടുക്കാൻ പറ്റേ? ബാപ്പാനെ ഗൾഫിക്ക് പറഞ്ഞയച്ചുകാണ്ട് ആ സാധു അധ്വാനിക്കണത് കൊണ്ട് ഇവിടെ ഇങ്ങനെ വിലസി ജീവിക്കാണ് ആര്? മക്കള്. ഇപ്പം മക്കളെ ഗൾഫിക്ക് പറഞ്ഞയച്ചുകാണ്ട് അവനാൻ ആരോഗ്യം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ നടക്കാണ് വാപ്പ. ഇതൊന്നും അല്ല വേണ്ടത്. ആർക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും അത് ചെയ്തിരിക്കണം. നമ്മളെ കൈകൊണ്ട് കിട്ടിയത് കുട്ടികൾ തരുന്നത് മക്കളാണെങ്കിലും ഒരു തരുന്നതിന് കണക്കുണ്ടാവുമല്ലേ? കുട്ടികൾ തന്നാൽ കണക്കുണ്ടാവും. ജ്യേഷ്ഠൻ അനുജന് കൊടുത്താൽ കണക്കുണ്ടാവും. നമ്മൾ ഭാര്യന്റെ അടുത്ത് കൊടുത്തു നോക്കിയും കണക്കുണ്ടോ അല്ലേ? അള്ളാൻ റസൂല് പറയുന്നത് നമ്മളെ കയ്യിലുള്ള പൈസ ഒരു ഉറുപ്പികയാണെങ്കിലും നല്ല അന്തസ്സുള്ള പണം അതാണ് അള്ളാഹുവിൻ റസൂൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷം എങ്ങനെയാവണം? നമ്മുടെ ജീവിതത്തിന്റെ വരുമാനങ്ങൾ അത് ഏതായിരിക്കണം? അൽ യദുൽ ഉല്യാ, മുകൾ ഭാഗത്ത് വെക്കുന്ന കൈയാവണം. നമ്മുടെ കൈ കൊണ്ട് അധ്വാനിച്ചത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സക്കാത്തും സ്വതക്കയൊക്കെ നമ്മൾ കൊടുക്കുന്ന ആളാകാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതാ വേണ്ടത്. അതിന്റെ ഫലമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. മറ്റൊരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് കൃഷി, അല്ലേ? അല്ലാഹു റബ്ബി, കൃഷിയുടെ പ്രാധാന്യം പറയേണ്ടതില്ല. അഫറഅയ്തും മാ തസ്റഊൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങളെ കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അത് പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. കണ്ടോ? നമ്മൾ കൃഷി ചെയ്യാൻ എന്ത് കൃഷിയാണ് സാധിക്കുക? ഏത് കൃഷിയും ചെയ്യാം. നെൽകൃഷി ചെയ്യാം, ഗോതമ്പ് കൃഷി ചെയ്യാം. നമ്മളെ നാട്ടിൽ എന്ത് ചെയ്യാം? നെൽകൃഷിയുണ്ട്, അല്ലേ? പച്ചക്കറി കൃഷിയുണ്ട്. ഏതെല്ലാം കൃഷികളുണ്ട്. നമുക്ക് വരുമാനം കിട്ടുന്നത് ഹലാലായ ഭക്ഷണം ഉണ്ടാക്കുന്നത്, വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റിയത്, ഇല്ലേ? അള്ളാഹുവിന്റെ റസൂൽ എത്രയാണ് ഇഷ്ടപ്പെട്ടത്? അല്ലാഹു റബ്ബി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് നിലക്ക് കൃഷി പഠിപ്പിച്ചു. ഒന്ന്, നമ്മളെ അധീനത്തിലുള്ള പറമ്പിൽ നമ്മൾ കൃഷി ചെയ്യാം. രണ്ട്, നമ്മളടുത്ത് പറമ്പില്ല, മറ്റവനോട് പറമ്പ് വാടകക്ക് വാങ്ങിയിട്ട് കൃഷി ചെയ്യാം. പറമ്പ് വാടകക്ക് വാങ്ങിയിട്ട് കൃഷി ചെയ്യാം. ഈ പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ 10 സെന്റ് താമസിക്കുന്ന പെരക്കാരാണ്. 10 സെന്റിൽ താമസിക്കുമ്പോൾ വീട് നിൽക്കുന്നത് എത്ര സെന്റ് ഉണ്ടാകും? 10 സെന്റിലാണെങ്കിൽ 3 സെന്റ് വീടുണ്ടാവും, അല്ലേ? 1 സെന്റ് മിറ്റം ഉണ്ടാവും. ബാക്കി 6 സെന്റോ? ബാക്കി 6 സെന്റ് കാട് മൂടി കിടക്കാണ്. അവിടെ എന്താ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നത്? വീടിന്റെ ചുറ്റുഭാഗത്ത് കൃഷി ചെയ്യുക. പച്ചമുളക് കൃഷി ചെയ്യാം, വഴുതനങ്ങ കൃഷി ചെയ്യാം, വെണ്ടക്ക കൃഷി ചെയ്യാം. 1 ഉറുപ്പികയും ചെലവില്ലാത്തൊരു കൃഷിയാണ് നമ്മളെ ആ വളഞ്ഞു നിൽക്കുന്ന ഒരു ഇതില്ലേ, ചെറിയ വളഞ്ഞ ഒരു പച്ചക്കറി. എന്താ അതിന് പറയാ? ഉപ്പേരി വെക്കണ സാധനം കോവക്ക. അതന്നെ ഞാൻ പറഞ്ഞത്, കോവക്ക. എന്താണ് ഈ കോവക്കന്റെ പ്രത്യേകത? ഒന്നുണ്ടാക്കണ്ടല്ലേ നമ്മൾ? ഒന്നുണ്ടാക്കണ വെള്ളം ഒഴുകി പോണോടുത്ത് വെറുതെ കായ്ച്ചണ സാധനമാണ് കോവക്ക. ഒന്നുണ്ടാക്കണോടത്ത് നട്ടുപിടിപ്പിച്ചാൽ മതി. അത് വെറുതെ ഉണ്ടാക്കി. ഒരു ഇംഗ്ലീഷ് മരുന്ന് അതിന് വേണ്ട, ഒരു നാടൻ വെള്ളം അതിന് വേണ്ട. വെറുതെ പച്ചവെള്ളം പോണോടത്ത് ഉണ്ടാകും. ആ ഗോവക്കൊക്കെ ഒരു കുറച്ച് വലുതായി വരുമ്പോൾ ഒരു പന്തല് കെട്ടി കൊടുക്കാം. അതിന് ഇഷ്ടം പോലെ കായുണ്ടാവും. നമ്മൾ ഉപയോഗിച്ചതിന് ബാക്കിയുണ്ടെങ്കിൽ വിൽപ്പന നടത്താം, അല്ലെങ്കിൽ കുടുംബത്തിന് കൊടുക്കാം, അയൽവാസികൾക്ക് കൊടുക്കാം. ഇനി അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ഒരു ഗുഡ്സ് വണ്ടിയിലാക്കിയിട്ട് കോട്ടൊക്കെ കൊണ്ടു കൊടുത്താൽ മതി. ആര്യവൈദ്യശാലക്കാർ കാത്തിരിക്കുകയാണ്. 82 അരിഷ്ടത്തിൽ 82 ഇനം, ദശമൂലാരിഷ്ടം, വാശാരിഷ്ടം, കനകാസവം, ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് 82 അരിഷ്ടത്തിൽ ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പച്ചക്കറിയാണ് കോവക്ക. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് വല്യാപ്പയാണ് വിചാരിച്ചിട്ട് കോവക്കന്റെ കൃഷി ചെയ്യൂടെ? ഗർഭമുള്ള പെണ്ണാണെങ്കിൽ ഓക്കെ 2 തൈ നട്ടുപിടിപ്പിച്ചൂടെ? മുളകും തൈ നടാൻ പിന്നെ ഗർഭാണ് വിചാരിച്ചിട്ട് എന്താ? മുളകും തയ്യും വെണ്ടക്ക തയ്യും നടാൻ ആർക്കാ പറ്റാത്തത്? അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കും, ആരോഗ്യത്തിന്, ഏറ്റവും വലിയ സംരക്ഷണത്തിന്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് നിങ്ങൾ എവിടുന്നെങ്കിലും വിഷം വാങ്ങി കഴിക്കലല്ല, കൃഷി. ഞമ്മക്ക് ശാശ്വതമായി താമസിക്കാനുള്ള സ്വർഗത്തിന്റെ പേരൻ തന്നെ എന്താണ്? ജന്നാത്തുൻ എന്നാണ്, തോട്ടം, അല്ലേ? ജന്നത്തുൻ തോട്ടം, ജന്നാത്തുൻ തോട്ടം.
കണ്ടങ്ങള് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂല് താഴ്ന്ന പണം കൊണ്ട് ജീവിക്കാനല്ല നമ്മെ പഠിപ്പിക്കുന്നത്. അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും ഇസ്സത്തിന്റെയും ജീവിതം ആണ് മുസ്ലിമീങ്ങൾ നയിക്കേണ്ടത്. അന്ത മിഖ്മാ അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗക നൂരി അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹു സുദൂരി യാ നബി സലാം. ഇവിടെ നമ്മൾ വേറെ ചെറിയ കാര്യം കൂടി പഠിക്കണം. ഇപ്പൊ നമ്മളെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ എന്തുണ്ട്, പുതിയ പേരുണ്ടാക്കിയിട്ട് അൽഹംദുലില്ലാ നല്ല വീട്. അതിലൊന്നും ഇപ്പൊ ആരും അസൂയ വെക്കാൻ പാടില്ല. ഒരാളെ കഴിവിനനുസരിച്ചുള്ള വീടും എനിക്കുണ്ടാകും. നല്ലൊരു വീട് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യണം. മനസ്സിനിണങ്ങിയ ഭാര്യ ഭർത്താവ് അള്ളാഹു സന്തോഷാക്കി തരട്ടെ. യാത്ര ചെയ്യാൻ ഒരു വാഹനം അള്ളാഹു ഖൈറ് തരട്ടെ. ഈ ഭൂമിയിലാകെ നമുക്ക് 3 സന്തോഷാണ് സമ്പാദ്യം. ഒന്ന്, മനസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട ഭാര്യ. അവൾക്ക് നമ്മളോടും ഇഷ്ടാകണം, നമുക്ക് ഓളോടും ഇഷ്ടാകണം. എന്നെങ്കിലേ ഇപ്പൊ പൊരുത്തം ഉണ്ടാവുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതിന്റെ കാര്യം പറയാതെക്കാൻ നാളെ ജുമാഅത്ത് പള്ളിക്കന്ന് മോലിയാർ പറഞ്ഞു, ജുമാഅത്ത് പള്ളിക്കന്ന് മോലിയാർ പറഞ്ഞു, ഈ പെണ്ണുങ്ങൾ തന്നെയാണ് സ്വർഗത്തിലും ഉണ്ടാകുക. അപ്പൊ ഒരു ചങ്ങായി ഇരിക്കുന്നോട് തന്നെ നീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ തുടങ്ങി. അപ്പൊ ഇയാള് പറഞ്ഞു, പടച്ചോനെ ഈ പെണ്ണുങ്ങൾ തന്നെ സ്വർഗത്തിലും തരണേയം. അപ്പൊ പറഞ്ഞാ ഞാനാണ്ട് ഇല്ല ഉസ്താദേ. ചില കുടുംബജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഇതല്ല കുടുംബജീവിതം. കുടുംബജീവിതത്തിന്റെ സന്തോഷം പറഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ ദിവസം ഓതണ യാസീൻ സൂറത്തുണ്ട്. ആ യാസീൻ സൂറത്തിലുണ്ട് നല്ല ഭാര്യയും നല്ല ഭർത്താവും. ഓക്ക് ഇങ്ങോട്ടും ഇഷ്ടാണ്, ഇയാൾക്ക് അങ്ങോട്ടും ഇഷ്ടാണ്. ഓക്ക് ഇങ്ങോട്ടും പൊരുത്താണ്, ഇയാൾക്ക് അങ്ങോട്ടും പൊരുത്താണ്. ഭർത്താവിന് നല്ല ബഹുമാനം, ഭാര്യനോട് നല്ല സ്നേഹം. അങ്ങനത്തെ ഭാര്യ ഭർത്താക്കൾ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ദിവസം നമ്മൾ യാസീൻ ഓതുന്നില്ലേ? ഇൻഷാ അല്ലാഹ് ഞാനിത് പറഞ്ഞുതരാം. ഒന്നുങ്ങളിന്റെ ഒപ്പം നിൽക്കും. കുറച്ചേരെ ഞാൻ പറയുള്ളൂ, നേരം വെളുക്കോളം പറയാൻ പരിപാടിയില്ല. പക്ഷെ ഉള്ളത് നമ്മൾ എന്താക്കണം? കേട്ട് പഠിക്കണം. ജീവിതത്തിന്റെ ഉത്സാഹം. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ചെടി നടുന്നുണ്ട്. ഏതാ ചെടി? വീട്ടിന്റെ മുറ്റത്തന്നെ ഒരു ചെടി ബുഷ് അല്ലേ? പുതിയ ചെടി ഇപ്പൊ എല്ലാ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെടി ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് ബുഷ് ചെടി, മറ്റേ ചെടി. ഒരു ഉപകാരം ആ ചെടി കൊണ്ട് ഒരു മനുഷ്യനുമില്ല, ഒരു മൃഗങ്ങൾക്കുമില്ല, ഒരു പക്ഷികൾക്കുമില്ല, ഒരു ഇഴജന്തുക്കൾക്കുമില്ല, ഒരു പ്രാണികൾക്കുമില്ല. ആ ചെടി കൊണ്ടൊരു ഉപകാരമില്ല. ഉണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും ഉപകാരമുണ്ടോ? ഈ ബുഷ് ചെടിമലി ഒരു പുഴു വന്നിങ്ങാണ്ട് കൂട് കൂട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഈ പുതിയ സൈസ് ചെടി ഉണ്ടല്ല, ഈ ചെടിമലൊക്കെ ഏതെങ്കിലും പക്ഷി വന്നിങ്ങാണ്ട് ഇരിക്കണത് നിങ്ങൾ കണ്ടിക്കണം. ഈ ചെടിന്റെ ഉള്ളിൽ കൂടെ ഒരു ചിത്രശലഭങ്ങൾ പാറി നടക്കുന്നത് കണ്ടിക്കണം. ഒരാൾക്കും ഒരു ഗുണം ഒരു ജീവിക്കും ആ ചെടിമലില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വേഗം മനസ്സിലാണോ? ആടുകളാണ് വിട്ടാല് പച്ച ഇല കണ്ടാൽ ആട് കടിച്ചാതെ. ഈ പുതിയ ചെടികളുണ്ടല്ലോ, ഇത് ഈ കാടിനെ വിട്ടുവെക്കാണി ഒരൊറ്റ ആടും ഇതിന്റെ ഒരലിയും കടിച്ചില്ല. എന്തുകൊണ്ട്? ഔഷധ വീര്യമുള്ള ഒന്നും അയ്മലില്ല. അതേ സമയത്ത് നമ്മളെ പഴയ മല്ലിക ചെടി, നമ്മളെ റോസാപ്പൂവ്, നമ്മളെ കഞ്ഞിക്കുറുക്കല്, നമ്മളെ പത്തണിമുല്ല, നമ്മളെ അസർമുല്ല, നമ്മളെ ചെമ്പരത്തി ഒത്തടപ്പൂക്കല്ലേ നാട്ടിലത്തെ, ഇതൊന്ന് വെച്ചോക്കാണെങ്കിൽ ശുദ്ധവായു, നല്ല സൗന്ദര്യം, നല്ല സന്തോഷം. അതാണ് വീട്ടിന്റെ മുറ്റത്തുണ്ടാക്കേണ്ടത്. അപ്പൊ അവിടെ 10 സെന്റ് താമസിക്കുന്ന ആള് ആ 3-4 സെന്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് ഉമ്മമാരെ നമ്മളെ ചെടി വെക്കും, പച്ചക്കറി വെക്കും, പച്ചമുളക് വെക്കും. നമുക്ക് രുചികരമായ ഭക്ഷണത്തിന് ആവശ്യമായ മുളക്, വൈതനങ്ങ, വെണ്ടക്ക, ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുമ്പോൾ കൈ കൊണ്ട് അധ്വാനിച്ചതിന് വലിയ പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് റഹ്മത്ത്.